പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടുകൂടി അഭിഷേകാഗ്നി ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് ഈ ഒരു വചന ശുശ്രൂഷയിലൂടെയും സാക്ഷി ശുശ്രൂഷയിലൂടെയൊക്കെ ഗാന ശുശ്രൂഷയിലെല്ലാം നമുക്ക് നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ ഓർത്ത് ഒരുപാട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. അപ്പോസ്തല പ്രവർത്തനത്തിൽ അതിൻ്റെ 10:44 പറയണത് പോലെ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്നവരിൽ പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവർക്കും ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ, വലിയ കൃപാവരങ്ങൾ ലഭിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ധാരാളം കൃപയിൽ വളരാൻ, അതുപോലെ കുടുംബങ്ങളിൽ ധാരാളം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും അഭിഷേക അഗ്നിയായി കത്തി കത്തി പടരണമേ പരിശുദ്ധാത്മാവേ. ആമേൻ, ആമേൻ. അഗ്നിയിറക്കണമേ, കൈകളടിച്ച് വചനത്തിൻ തീക്കനലായി പരിശുദ്ധാത്മാവേ വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ, ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൻ തീക്കനലായി വീണ്ടും ജ്വലിപ്പിക്കണേ. ജനതകളഖിലം ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ. ക്രിസ്തുവിൻ സഭയുടെ യുഗമായി മാറാൻ ആത്മാവിനാൽ ഉറകൂട്ടണമേ. ജനതകളഖിലം ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ. ക്രിസ്തുവിൻ സഭയുടെ യുഗമായി മാറാൻ ആത്മാവിനാൽ ഉറകൂട്ടണമേ. ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൻ തീക്കനലായി വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ, ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൻ തീക്കനലായി വീണ്ടും ജ്വലിപ്പിക്കണേ. നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു. അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബങ്ങളിൽ ഇറങ്ങണമേ, ഓരോ ദമ്പതികളുടെ മേൽ ഇറങ്ങണമേ, ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, ഓരോരുത്തരോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ നിറയുക. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷകളിൽ നിറഞ്ഞു നിൽക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരുന്ന് കർത്താവിൻ്റെ തിരുവചനം കേൾക്കാം. നമുക്ക് ദൈവം നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ധാരാളം കുഞ്ഞുങ്ങളെ നൽകി അത്ഭുതകരമായിട്ട് ഈശോ ഇടപെടുന്ന ഒരു സംഭവം നമുക്കൊന്ന് വളരെ സ്നേഹത്തോടു കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് വിനോദ് സെബാസ്റ്റ്യൻ. ഇതെൻ്റെ ഭാര്യ ടെൽഷ. ഇതെൻ്റെ 2 മക്കളാണ്, നേഹലും നിഹാരയും. ഞങ്ങളിവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞാണ് ഞാൻ അഭിഷേകാഗ്നി കാണാൻ തുടങ്ങിയത്. ആ അഭിഷേകാഗ്നി കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ആ ടി വിയുടെ താഴെ നിയോഗം എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളൊരു കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് അട്ടപ്പാടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിരുന്നു. ആദ്യം ഡോക്ടർ പറഞ്ഞു ഒരു 6 മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ
അതിനുശേഷം 1 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. 1.5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് തുടർന്നിരുന്നു, ഒരു ഫലവും ഉണ്ടായില്ല. അച്ഛാ, ശരിക്കും ഇതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇവരെ കല്യാണം കഴിഞ്ഞ് ഇതെല്ലാം ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി വളരെ ലക്ഷങ്ങൾ ചിലവാക്കി 2 പ്രാവശ്യം IVF ചെയ്തു. അതിന് ഒന്നും ഫലം കണ്ടില്ല. ദൈവം ഇവർക്ക് ഡോക്ടർമാർ അവസാനം വിധി എഴുതി, നിങ്ങൾക്ക് ഒരിക്കലും മക്കളുണ്ടാവില്ല. അങ്ങനെ അത്രയും ആ വലിയൊരു ആപൽഘട്ടത്തിലാണ് ഇവർ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചത്. അപ്പോൾ അതിൽ സാക്ഷ്യങ്ങൾ കണ്ടു, നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചാലേ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ഇവർ ഇതുപോലെ അഭിഷേകാഗ്നി കണ്ട് മേശപ്പുറത്ത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് ഈ സഖിയോൻ്റെ അൾത്താരയിൽ വന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് എഴുതി വെച്ചു. അത് എഴുതി വെച്ച ആ സംഭവം ഈശോയെ മുട്ടിച്ച് അവരുടെ നിയോഗം ഈശോയെ മുട്ടിച്ച് അവിടെ വയ്ക്കും. അത്ഭുതം എന്ന് പറയട്ടെ, ഡോക്ടർമാരൊക്കെ വിധി എഴുതിയ 2 പ്രാവശ്യം IVF ചെയ്തു, ലക്ഷങ്ങൾ മുടക്കി, ഒരു രക്ഷയില്ല എന്ന് എഴുതി വെച്ച ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരികയാണ്. അത്ഭുതം ചെയ്ത് ഇവർക്ക് 2 മക്കളെ ദൈവം കൊടുത്തത്. ദൈവസഹായത്താൽ ഞങ്ങൾക്ക് 2 കുട്ടികളെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങളൊരു സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ സാക്ഷ്യം പറയാൻ ഒത്തിരി താമസിച്ചു പോയി, കാരണം എൻ്റെ കൊച്ചിന് 7 വയസ്സായി. ഇപ്പോൾ ദൈവം അങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തിന് ഒത്തിരി സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അനേക കുടുംബങ്ങളെ ഇതുപോലെ അത്ഭുതകരമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ധാരാളം മക്കൾ, ധാരാളം അഭിഷേകം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ വചനം, ആദ്യത്തെ പുസ്തകം, ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, ജനസിസ് 1:28. കർത്താവിൻ്റെ പരിശുദ്ധ വചനം ഇങ്ങനെയാണ് പറയണത്: ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ആദ്യത്തെ അനുഗ്രഹം. ദൈവം പറയാണ്, ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് സബ്ഡ്യൂ ദി എർത്ത്. കർത്താവിൻ്റെ ജീവിക്കുന്ന വചനമാണത്. അത് എന്നേക്ക് നിലനിൽക്കുന്ന വചനമാണ്. ഓരോ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെ കർത്താവ് ഇങ്ങനെ ആശീർവദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു മത്തായി സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത വലിയ ബോധ്യം, അവർ പ്രസവം നിർത്തിയത് ദൈവത്തിന് ഇഷ്ടമല്ല, അത് കൽപ്പന ലംഘനമാണ്, അങ്ങനത്തെ ഒരു ബോധ്യം അങ്ങോട്ട് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പരിഹാരമായി, ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്കോ 3 പിള്ളേരേ ഉള്ളൂ. ദൈവം ഞങ്ങളുടെ മക്കൾക്ക് എത്ര കുട്ടികളെ കൊടുത്താലും ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ആ വലിയ ശുശ്രൂഷയിൽ പങ്കെടുക്കും. അങ്ങനെ അവർ മക്കൾക്ക് പറ്റാവുന്ന വചനം കൊടുക്കുന്നു, ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുന്നു. തുടർന്ന് പ്രിയപ്പെട്ടവരെ, അവരുടെ മകൾക്ക് ടീച്ചറാണ്. 8 ആൺകുട്ടികളെ ദൈവം നൽകി. ഓരോ പ്രസവവും ഇവർ വലിയ സന്തോഷത്തോടെ ചെയ്യുകയാണ്. അതുപോലെ അവരുടെ മകൻ പ്രശാന്തിന് 15 മക്കളെ നൽകി. അതും ഓരോ പ്രസവവും ഈ അപ്പനും അമ്മയും വലിയ സ്നേഹത്തോടെ, ഉണർവോടെ, ഉത്സാഹത്തോടെ ഒരു ദൈവ ശുശ്രൂഷ, വലിയൊരു ദൈവ ശുശ്രൂഷ ചെയ്യുന്ന പോലെ ചെയ്യുകയാണ്. അതുപോലെ അവരുടെ ഓരോ മാമോദീസായാലും ഇവർ അങ്ങനെ ആളുകളെയൊന്നും അങ്ങനെ വിളിക്കുകയല്ല, അതെല്ലാം ഭയങ്കരമായ പ്രാർത്ഥിച്ച് വലിയ വിശുദ്ധിയിൽ നടത്തുകയാണ്. മദ്യമൊന്നും കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ആഡംബരമൊന്നുമില്ല. വലിയ കൃപയിലും എളിമയിലും ആ കൂദാശയുടെ മാധുര്യം ചെയ്യാൻ തക്കതരത്തിൽ അവർ പരിശുദ്ധാത്മാഭിഷേകം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ പലരോടും സംസാരിക്കുന്ന ഒരു കാര്യം, ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ടോ? ചെറുപ്പക്കാരായ ദമ്പതികൾക്ക് അതിനൊരു ഹൃദയ തുറവിയുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിനുള്ള അഭിഷേകവും തുറവിയും നൽകി അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഇസഹാക്കിൻ്റെ ഭാര്യയായിട്ട് റെബേക്കായനെ തിരഞ്ഞെടുത്ത് റെബേക്കായനെ ഇസഹാക്കിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട റെബേക്കായുടെ സ്വന്തക്കാർ, ആങ്ങളമാരെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉൽപ്പത്തി 24:60. അവരവളെ ആശീർവദിച്ച് പറഞ്ഞു, നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. വലിയൊരു അനുഗ്രഹമാണ് ഓരോ സഹോദരിമാർക്കും ആങ്ങളമാർ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. ഇപ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ ദൈവം 2 കുഞ്ഞുങ്ങളെ കൊടുത്ത് കാണത്തുള്ളൂ, പിന്നെ കൊടുത്തില്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ചിലപ്പോൾ ഒരു കുഞ്ഞായിരിക്കും, പക്ഷേ ദൈവം കുഞ്ഞുങ്ങളെ നൽകുന്ന അത്രയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു തുറവി, ഒരഭിഷേകം, അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് യാക്കോബ് കാണുന്നത്. പ്രിയപ്പെട്ട ഉൽപ്പത്തി പുസ്തകം 48
അതിലിങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ യാക്കോബ് ഓർമ്മിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ യാക്കോബ് ജോസഫിനോട് പറഞ്ഞു, സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നെ സന്താന സമൃദ്ധി ഉള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും. നിന്നിൽ നിന്ന് ഞാൻ ജനതതികളെ പുറപ്പെടുവിക്കും. നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യാവകാശമായി നൽകും. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു എന്നാണ് യാക്കോബ് തൻ്റെ പ്രിയപ്പെട്ട മകൻ ജോസഫിനോട് പറഞ്ഞത്. എന്താണ് അനുഗ്രഹം? ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറയുകയാണ്, നിന്നിൽ നിന്ന് ഞാൻ ജനതതികളെ പുറപ്പെടുവിക്കും. ഇത് വലിയൊരു അനുഗ്രഹം, വലിയൊരു അനുഗ്രഹമായിട്ട് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വീണ്ടും മനോഹരമായൊരു കാര്യം കാണുന്നത്, പ്രിയപ്പെട്ടവരെ, സാമുവേലിൻ്റെ അമ്മയായ ഹന്നായുടെ പ്രാർത്ഥന. അങ്ങനെ ദൈവം ഹന്നായ്ക്ക് സമൂലിനെ നൽകി. സമൂലിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ ഏലി ഒരു ബ്ലെസ്സിങ് കൊടുക്കുകയാണ്. 1 സാമുവേൽ 2:20-21 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയൊരു അനുഗ്രഹം കൊടുക്കുകയാണ്. ഏലി എന്ന് പറഞ്ഞ പുരോഹിതൻ ഈ ഹന്നായെ അനുഗ്രഹിച്ചു, എൽക്കാനായെ അനുഗ്രഹിച്ചു. എന്നിട്ട് ഇങ്ങനെ പറയണം, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനായെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ബാലനായ സാമുവേലാകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ വളർന്നു വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ദൈവത്തിന് ഒരു കുഞ്ഞിനെ സമർപ്പിച്ചു. വീണ്ടും ഒരു 5 കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊടുത്തു. ദൈവം കുടുംബത്തെ അങ്ങോട്ട് അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈശോ ആഗ്രഹിക്കുന്ന അത്രയും കുഞ്ഞുങ്ങൾ ജനിക്കാൻ തക്ക തരത്തിൽ ഹൃദയത്തുറവി, മനസ്സിന് തുറവി, പ്രാർത്ഥന, ഇതെല്ലാം ഉയരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ബാംഗ്ലൂരിൽ നിന്ന് ഒരു സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു സഹോദരി സയ്യോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് വന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബിനോയ് കരുമരുന്ന് ധ്യാനമാണ് കൂടിയത്. അപ്പോൾ അവർക്കുണ്ടായൊരു അനുഭവം, അവരുടെ ഒരു ഹൃദയം തുറന്ന് അവരുടെ ഒരു പ്രാർത്ഥന, നമുക്ക് ആ സാക്ഷ്യത്തിലേക്കൊന്ന് പ്രവേശിക്കാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. 2014 സെപ്റ്റംബർ 29 തുടങ്ങി ഒക്ടോബർ 4 വരെ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും വന്ന് പങ്കുചേർന്നിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. 3ാമത്തെ കുഞ്ഞ് മിസ്കാരേജ് ആയിപ്പോയി. മിസ്കാരേജ് ആയി പോയ സമയത്ത് ഭയങ്കര വേദനയായിരുന്നു. അന്നാണ് ഒരു ജീവൻ്റെ വില എന്താണെന്നും കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ശരിക്കുമുള്ളൊരു ബോധ്യം കിട്ടിയത്. അതിനുശേഷം ശക്തമായിട്ട് ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ശാരീരികമായ വേറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കൺസീവ് ആവാൻ പാടില്ല, ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ധ്യാനത്തിൽ സംബന്ധിച്ചു. അപ്പോൾ ബിനോയച്ചൻ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരോട് മാത്രം മുന്നോട്ട് വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈശോയോട് ഞാനിങ്ങനെ പറഞ്ഞു, ഈശോ എൻ്റെ അത്യാഗ്രഹമാണെന്ന് നീ ഓർക്കരുത്, എനിക്ക് 2 കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട്. എന്നാലും ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഒരു കുഞ്ഞിനെയും കൂടെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ, അങ്ങനെ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ട് ചെന്നത് സിസ്റ്റർ സുനിതയുടെ അടുത്താണ്. സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ധാരാളം മക്കളെ നൽകി ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2015 കറക്റ്റ് 9ാം മാസം ജൂൺ 27, അതായത് നിത്യസഹായ മാതാവിൻ്റെ 150ാമത്തെ ജൂബിലി വർഷത്തിലെ ഫീസ് ഡേയിൽ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. വീണ്ടും ഒരു കുട്ടീനെ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 2017 ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഫീസ് ഡേ 4ാമത്തെ കുട്ടി, അതായത് ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ജീവന് വേണ്ടി കർത്താവ് ഈ ഭവനത്തെ സ്നേഹിച്ച് ഈ ഭവനം ജീവന് വേണ്ടി ഭവനത്തിൻ്റെ വാതിൽ തുറന്നിട്ട് അവൻ്റെ ഈ കർത്താവ് ഇങ്ങനെ മക്കളെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 2020 ജൂലൈ 25 5ാമതൊരു പെൺകുഞ്ഞിനെയും കൂടെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അതിനിടയ്ക്ക് എനിക്കൊരു മിസ്കാരേജ് ഉണ്ടായി. ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ 8ാമത്തെ കുഞ്ഞാണ്. 8ാമത്തെ കുട്ടിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡെലിവറിയും C സെക്ഷൻ ആയിരുന്നു.
അതിൻ്റേതായ യാതൊരു കോംപ്ലിക്കേഷൻസും എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഓരോ കുഞ്ഞിനും വേണ്ടി ദൈവം മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടത്. പ്രഗ്നൻസിയുടെ സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളുടെയൊക്കെ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു പ്രചോദനം തന്നു. അങ്ങനെ 10 വർഷമായിട്ടും 8 വർഷമായിട്ടൊക്കെ മക്കളില്ലാതിരുന്ന ദമ്പതിമാരെ കൂടി ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ഇവരിപ്പോൾ വേറെ മിനിസ്ട്രികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഇവർ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർക്കും ധാരാളം 8 മക്കൾ 10 മക്കൾ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിയേ, മനസ്സങ്ങോട്ട് തുറക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ധാരാളം മക്കളുണ്ടാകണമെന്ന് പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കുറേ ആളുകൾ സങ്കടപ്പെട്ടെന്ന് വെച്ചാൽ വലിയ വേദനയുടെ മധ്യത്തിലാണ് ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. സെക്ഷനാനോ സിസേറിയനോ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിനെല്ലാം അപ്പുറത്ത് ദൈവത്തിൻ്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ. ഈ ഒരു ബോധ്യത്തോടു കൂടി ആ വലിയൊരു ശുശ്രൂഷ ചെയ്യുകയാണ്. 107 സങ്കീർത്തനത്തിൽ 41-42 വാക്യങ്ങൾ. എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി ആട്ടിൻപറ്റത്ത് എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു. പരമാർത്ഥ ഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു, ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആട്ടിൻപറ്റത്ത് എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ ദൈവം വർദ്ധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. പരമാർത്ഥ ഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഇത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അവരുടെ അയൽപ്പക്കത്ത് ധാരാളം കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അവരുടെ വീടുകളിൽ തന്നെ ധാരാളം കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അവരുടെ ഇടവുകളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇപ്പോൾ അവരുടെ ഇടയ്ക്ക് അവരുടെ അടുത്തേക്കൊന്ന് പോകുന്നു, ഒരു സമ്മാനം കൊണ്ട് കൊടുക്കുന്നു, ഒരു എൻകറേജ്മെൻറ്റിൻ്റെ ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ഒരു ജീവൻ്റെ സുവിശേഷം ഈശോ പറഞ്ഞല്ലേ, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഈ ഒരു സമൃദ്ധമായ ജീവനുണ്ടാകാൻ വേണ്ടി വന്ന കർത്താവ്. പിശാച് വരുന്നതിനുകൊണ്ടാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ജീവൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു പിശാചിനെ തോൽപ്പിച്ച് ജീവൻ നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സ്നേഹവും ആ ഒരു ജീവൻ്റെ സുവിശേഷത്തോട് താല്പര്യം ഉണ്ടാകണം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഹ്യൂമാനെ വീറ്റ് എന്ന ചാക്രിലേഖനത്തിൽ അദ്ദേഹം പറയണത്, ഓരോ ലൈംഗിക ബന്ധവും ജീവനിലേക്ക് തുറന്നിരിക്കണം. അതുകൊണ്ട് ജീവൻ്റെ ഒരു സമൃദ്ധി ഭവനങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കുറച്ച് കണ്ണീരോടെ ആയിരിക്കും അത് വിതയ്ക്കുന്നത്. അതാണ് 126 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഡൊമിനിക് പുണ്യാളനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ജോവാനോ ഫാസ, അപ്പൻ്റെ പേര് ഫെലിക്സ്. ഈ അപ്പനും അമ്മയ്ക്കും 4 മക്കളുണ്ടായ 4 പേരും ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ അമ്മയ്ക്കൊക്കെ കുറച്ച് പ്രായമായി കാണും. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് പിന്നെ കുറച്ചും കൂടെ നേരത്തെ വിവാഹം കഴിക്കുന്ന കാരണം ഏകദേശം ഒരു 40 കൂട്ടിക്കും. ആ സമയത്താണ് അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിൽ പോയി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി. സെൻറ്റ് മൈക്കിളിൻ്റെ ഒരു ദർശനം ഉണ്ടായി. അമ്മയുടെ ഹൃദയം തുറന്നു. 2 പേരും വീണ്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുത്തു. അങ്ങനെയാണ് 5ാമത്തെ കുഞ്ഞായി നമ്മുടെ ഡൊമിനിക്ക് ജനിക്കുന്നത്. അദ്ദേഹവും വളർന്നു സെമിനാരിൽ ചേർന്ന് വൈദികനായി. ആ സമയത്ത് സഭയിലുണ്ടായ വലിയ സങ്കടങ്ങളും പാഷണ്ഡതകളും കണ്ട് ഒരു ദിവസം അദ്ദേഹം കാട്ടിലേക്ക് കയറി 3 ദിവസക്കാലോട് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഡൊമിനിക്കിന് കൊന്ത കൊടുത്തു. പ്രിയപ്പെട്ട ജപമാല രഹസ്യങ്ങൾ പഠിപ്പിച്ചു, ആത്മീയ കാര്യങ്ങൾ പഠിപ്പിച്ചു. തുടർന്ന് ഡൊമിനിക്കിലൂടെ ഒരു വചനത്തിൻ്റെ ഒരു പ്രവാഹം, ഒരു വലിയൊരു കൃപയുടെ ഒരു പ്രവാഹം, ഒരു വിടുതലിൻ്റെ പ്രവാഹം ഉണ്ടായി. ആ അപ്പനും അമ്മയും ഒരു റിസ്ക് എടുത്തത് കാരണം നമുക്ക് ഡൊമിനിക്കിനെ കിട്ടി, ജപമാല കിട്ടി, സഭയിൽ അനുഗ്രഹം കിട്ടി. ഇന്നും അതേപോലെ അനേക അപ്പനും അമ്മയും റിസ്ക് എടുക്കുന്നുണ്ട്. തങ്ങൾ ധാരാളം മക്കൾ ജനിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാനൊരിക്കലും ഒരു കുടുംബത്തിൽ ചെന്ന് 6 മക്കൾ, 6 സിസേറിയനാണ്. അപ്പോൾ ആ അമ്മ പറയാണ്, 6 മക്കളുടെ അമ്മ പറയാണ്, അപ്പനും അടുത്തിരിപ്പുണ്ട്. അവർ പറയുന്ന കാര്യം ഇതാണ്, മുറിവുണക്കുന്നത് കർത്താവാണ്. അവർ നേഴ്സുമാരാണ് 2 പേര്. അവർക്കറിയാം അവൻ്റെ സീരിയസ്നെസ്. പക്ഷെ അവർ പറഞ്ഞു, മുറിവുണക്കുന്നത് കർത്താവാണ്. ഈ ദേശത്ത് അടച്ചു പൂട്ടി കിടക്കുന്ന കോൺവെൻറ്റുകളും പള്ളികളും തുറക്കാൻ ഞങ്ങളുടെ ദാമ്പത്യത്തെ യേശുക്രിസ്തുവിന് തുറന്നു കൊടുക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ സഭയെ സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണർന്നു വരട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ബൈബിളിൽ അങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈശോ ഒരിക്കൽ കോപിച്ചത് എപ്പോഴാണ്? ശിഷ്യന്മാർ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ തടസ്സം നിന്നപ്പോൾ ഈശോ പറയാണ്, യേശു കോപിച്ചിട്ട് അവരോട് പറയുകയാണ്, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്.
പ്രിയപ്പെട്ടവർ, ഇന്നും കുറേ കുടുംബങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ചില ആളുകൾ അന്ന് ശിഷ്യന്മാർക്ക് ആ ഒരു മണ്ടത്തരം പറ്റി അവരായിരിക്കും. ഇന്നും അതേപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരാന്ന് പറയുന്ന ചില ആളുകൾ എന്ത് ചെയ്യും? അവർ തടസ്സപ്പെടുത്തും. അപ്പോൾ യേശു കോപിച്ച് പറയുകയാണ്, ലെറ്റ് ദ ചിൽഡ്രൻ കം ടു മീ. പ്രിയപ്പെട്ടവരെ, എല്ലാ കുഞ്ഞുങ്ങളും, യേശു ആഗ്രഹിക്കുന്ന അത്രയും കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ തക്ക തരത്തിൽ നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും, എല്ലാ ഹൃദയങ്ങളും, എല്ലാ ഉദരങ്ങളും തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ശാലോം ശുശ്രൂഷയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടോമി ചേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസി ചേച്ചി. അപ്പോൾ അവർ പണ്ട് അട്ടപ്പാടിയിലായിരുന്നു. തുടർന്ന് അവർ ശാലോമിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോയി. പ്രിയപ്പെട്ടവരെ, അവർക്ക് 7 മക്കളെ പരിശുദ്ധാത്മാവ് നൽകി. മൂത്ത മോള് സിസ്റ്ററായി. രണ്ടാമത്തെ ആൻ്റപ്പൻ, അവൻ കുറച്ച് ദിവസം അട്ടപ്പാടിൽ എൻ്റെ കൂടെ വന്ന് നിന്നു. അപ്പോൾ ഒരു ദിവസം ചെറുപ്പക്കാരുടെ ധ്യാനത്തിന് ആൻ്റപ്പൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അവർക്ക് ഈ പറഞ്ഞ പോലെ ആത്മീയ ശുശ്രൂഷകർ ദൈവം തുറവി കൊടുത്തു. അതുപോലെ തന്നെ 4-5 ഒക്കെ കുഞ്ഞുങ്ങളാകുമ്പോൾ കുറേ ആളുകൾ ഒത്തിരി അവരെ കളിയാക്കുമായിരുന്നു, പ്രത്യേകിച്ച് റോസ് ചേച്ചീനെ. പക്ഷേ വചനം അറിയുന്നത് കൊണ്ട് അവർ അതിലൊന്നും വീണില്ല. ദൈവം നൽകുന്ന അത്രയും മക്കളെ സ്വീകരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ആൻ്റപ്പൻ പറയുകയാണ്, ഇപ്പോൾ അവരുടെ വീട്ടിൽ അവർ പണ്ട് കളിയാക്കാൻ ചില ആൻറ്റിമാർ വന്നിട്ട് ഇപ്പോൾ പറയുന്നത്, റോസി നിൻ്റെ ഭാഗ്യം, പണ്ട് ഞങ്ങൾ നിന്നെ കളിയാക്കി, ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങൾക്ക് ആകപ്പെട്ട 2 മക്കളേ ഉള്ളൂ, അവർ രണ്ട് സ്ഥലത്തേക്കൊക്കെ പോയി, ഇപ്പോൾ നിനക്കാണ് എപ്പോഴും വീട്ടിൽ ആൾ, എപ്പോഴും നിനക്ക് കുഞ്ഞുങ്ങളും സ്കൂളിലെ പിള്ളേരെ വിടുന്നതും വലിയൊരു അനുഗ്രഹം, ഞങ്ങൾക്ക് ഒരുപാട് ഏകാന്തത. പ്രിയപ്പെട്ടൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. കണ്ണീരോടെ വിതച്ചാൽ കുറച്ച് കഴിയുമ്പോൾ സന്തോഷത്തോടെ കൊയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ കൊച്ചുത്രേസ്യയെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. 9 മക്കളാണ് കൊച്ചുത്രേസ്യയുടെ അപ്പനും അമ്മയും ഉണ്ടായത്. അവർക്ക് 9 മക്കളെ ദൈവം നൽകി. ഈ കൊച്ചുത്രേസ്യയുടെ അപ്പൻ ലൂയി മാർട്ടിനും അമ്മ സെലിഗിരിനും 2 പേർക്കും ശാരീരികമായ ആരോഗ്യക്കുറവുള്ളത് കൊണ്ട് അവർ സെമിനാരിൽ നിന്ന് മടന്ന് തിരിച്ചു വന്നതാണ്. പക്ഷേ ഒരു വിവാഹത്തിനോട് ഒന്നിച്ചു. ദൈവം എന്ത് ചെയ്തു? അവർക്ക് നൽകി അത്രയും മക്കളെ അവർ സ്വീകരിച്ചു. അങ്ങനെ നമുക്ക് കൊച്ചുത്രേസ്യയായി കിട്ടി, വിശുദ്ധയായ കൊച്ചുത്രേസ്യയായി കിട്ടി. എന്ന് മാത്രമല്ല, ലൂയി മാർട്ടിനെയും സെലിനെയും ബെനഡിക്റ്റ് പനാറമാൻ മാർപ്പാപ്പ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ദൈവം തരുന്ന അത്രയും കുഞ്ഞുങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ കൊച്ചുത്രേസ്യയുടെ സ്പിരിച്വാലിറ്റി അത് ചെയ്ത ഒരു വലിയൊരു അഭിഷേകം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യൂറോപ്പിലൊക്കെ ഏത് പള്ളി ചെന്നാലും അവിടെ എല്ലാം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു മനോഹരമായ തിരുസ്വരൂപമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ ചെന്ന് അവൾ പൂക്കൾ വർഷിക്കുകയാണ്. കാരണം എന്താ? അപ്പനും അമ്മയും ജീവനോട് തുറവിയുള്ളവരായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ അക്കൂറ്റിസിൻ്റെ അമ്മ അന്റോണിയോ, ഈ കുഞ്ഞ് കാർലോ അക്കൂറ്റിസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മ വിഷമോ സങ്കടമെല്ലാം ഉണ്ടായെങ്കിലും 44-ാമത്തെ വയസ്സിൽ ഈ അമ്മ വീണ്ടും ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ്. ജീവൻ്റെ സുവിശേഷം ദൈവം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കത്രീനയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഡോക്ടർ ഓഫ് ദ ചർച്ചാണ് സിയനയിലെ കത്രീന. അമ്മ 25 മക്കളെ പ്രസവിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. 24-ാമത്തെ മകളായിരുന്നു അത്ര കത്രീന പുണ്യവതി. അങ്ങനെയാണ് ചില പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചില കുടുംബങ്ങളിൽ കർത്താവ് ധാരാളം കുഞ്ഞുങ്ങളെ നൽകുന്നത് വലിയ കൃപയിലേക്കുള്ള ചില കുഞ്ഞുങ്ങൾ, വലിയ വിശുദ്ധിയിലേക്ക്, വലിയ അഭിഷേകത്തിലേക്ക് ചില കുഞ്ഞുങ്ങൾ അത് ഇളയ കുഞ്ഞുങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ജീവൻ്റെ സുവിശേഷത്തോടുള്ള വലിയൊരു തുറവി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് ഒന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ. കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് ജീവൻ്റെ സുവിശേഷത്തോട് നമ്മൾ കാണിച്ച ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിൽ എല്ലാം അനുദപിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപക്ഷേ നമുക്ക് ചില ആരോഗ്യ പ്രശ്നമായിരിക്കും, അതൊക്കെ ഈശോയ്ക്ക് അറിയാം. ഒരുപക്ഷേ നമ്മുടെ മക്കളുണ്ടാകാൻ നമ്മൾ ചിലപ്പോൾ തടസ്സമാണ്, അതിനോർത്ത് ശരിക്കും അനുദപിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും അബോർഷനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക. കോൺട്രാസെപ്ഷനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അനുദപിക്കുക. കർത്താവെ, ജീവൻ്റെ സുവിശേഷത്തിൽ കൊണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, സ്വർഗീയ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ, അനുദപിക്കാൻ കൃപ നൽകണമേ. മക്കൾക്ക് ജന്മം കൊടുക്കാനായിട്ടുള്ള എല്ലാ മടുപ്പ്, ക്ഷീണം, അതുപോലെ തന്നെ ജീവന്റെ സുവിശേഷത്തോട് എതിര് കാണിച്ച ഓരോ നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കാനുള്ള വലിയ കൃപ ഈ കൂട്ടായ്മയിലേക്ക് അങ്ങ് നൽകണമേ പരിശുദ്ധാത്മാവേ. അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഓരോരുത്തരും അനുദപിച്ച് ഹൃദയം നുറുങ്ങി പാടി പ്രാർത്ഥിക്കട്ടെ.
നൽകേണമേ. അനുതാപം ഞങ്ങൾക്ക് നൽകേണമേ. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്നേഹിക്കുന്ന കാരുണ്യവാനായ നല്ല ഈശോയെ നമുക്കൊന്ന് ചേർന്ന് ശിരസ് നമിച്ച് കുമ്പിട്ട് അവിടുത്തെ സ്നേഹിച്ച് നമുക്ക് ആരാധിക്കാം. കുമ്പിടുന്നു ഞങ്ങളിതാ ഈശോയെ, ദിവ്യനായക സവിധേ. എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് കുമ്പിടുന്നു. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുമ്പോൾ ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ദൈവം ഇടയാക്കിയ എല്ലാ ദമ്പതികളെ ഓർത്ത് നന്ദി പറഞ്ഞ് ആദ്യം കുറച്ച് സമയം നമുക്കൊന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ധാരാളം കുഞ്ഞുങ്ങളുള്ള ദമ്പതികളെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഈശോയെ, അവരങ്ങ് സ്നേഹത്താൽ നിറയ്ക്കണമേ, കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേക ചൈതന്യത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദവും വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന വലിയ കൃപയുടെ സമയമാണ്. ഈ സമയത്ത് ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇനി കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ പലതരം രോഗപീഠകൾ, അതുപോലെ അടഞ്ഞുപോയ ഉദരങ്ങൾ യേശുനാമത്തിൽ തുറക്കപ്പെടാനും, അതുപോലെ ധാരാളം കുഞ്ഞുങ്ങൾ കുടുംബങ്ങളിൽ ജനിക്കുവാനും വലിയ ദൈവകൃപ ഉണ്ടാകാൻ, ഒരു കുഞ്ഞുപോലില്ലാത്ത ആൾക്കാർ ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അത്ഭുതകരമായിട്ട് കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ച് 31:28 അത്ഭുതകരമായ ദൈവ സാന്നിധ്യം അറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സമയത്ത് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ, അന്ധകാരം മാറിപ്പോകട്ടെ. കർത്താവെ, ശരീരങ്ങളിൽ കൊടുക്കുന്ന കുടികൊള്ളുന്ന രോഗപീഠകൾ അങ്ങയുടെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, പൈശാചിക ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ, ദൈവശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ യേശു ക്രിസ്തുവിന്റെ ശക്തി എല്ലാവരിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. രണ്ട് കാര്യങ്ങളെ ഉയർത്തി പിടിക്കട്ടെ യേശുവേ. കെട്ടുകൾ അഴിയട്ടെ യേശുനാമത്തിൽ, കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ യേശുനാമത്തിൽ, തടസ്സങ്ങൾ മാറട്ടെ, ഭയങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ, ദൈവശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. വിടുതൽ പ്രാപിച്ചിടട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ.